ഫാസ്റ്റിങ് അതാദ്യം ഒരു റിച്വലാണല്ലോ. അപ്പോൾ നമ്മളെല്ലാ ദിവസവും ഇങ്ങനെ നോമ്പെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ശീലമായിട്ട് നമ്മളുടെ ഒരു ഹാബിറ്റായിട്ട് മാറുന്ന സംഭവമാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഈ കൾച്ചറൽ ഹാബിറ്റുകളെ കുറിച്ചിട്ട് പറയുന്നത് പലപ്പോഴും പലതും റിച്വൽസായി മാറുമ്പോൾ അതിൻ്റെ ട്രൂ മീനിങ് നഷ്ടപ്പെടും എന്നുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് സൂഫി ലിറ്ററേച്ചറുകളിൽ ഫാസ്റ്റിങ്ങിനെ കുറേം കൂടി ആ റിച്വലിൻ്റെ അകത്തുള്ള യഥാർത്ഥ മീനിങ് കണ്ടെത്താനുള്ള ഒരു അന്വേഷണം സൂഫി ലിറ്ററേച്ചറുകളിൽ കാണാം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കീവേഡാണ് ലുബ് എന്ന് പറയുന്നൊരു വേർഡ്. ലുബ് ഒരു നല്ല വളരെ നമുക്ക് എപ്പോഴും വായിക്കാൻ പറ്റിയിട്ടുള്ള മീൻസ് നമ്മൾ ചില പുസ്തകങ്ങളുണ്ടല്ലോ, നമ്മൾ വളരെ ഡിപ്രഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു മഴ പെയ്തിറങ്ങുന്ന പോലെ നമുക്ക് വായിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അത് അധികം ആരുടെയും ശ്രദ്ധയിൽ പെടാത്തൊരു പുസ്തകമാണ്. ലുബുൽ ലുബാബ് എന്നാണ് അതിൻ്റെ പേര്. ലുബുൽ ലുബാബ്. അത് ഷിയ വേൾഡിലുള്ള ഒരു വർക്കാണ്. അല്ലാമ തബാതബിയാണ് അത് എഴുതിയിരിക്കുന്നത്. അതായത് ഈ മിസ്റ്റിസിസം ഷിയാക്കൾക്ക് പൊതുവേ സൂഫിസം ഇല്ല, അവിടെ ഇർഫാനാണുള്ളത്. അപ്പോൾ ഇർഫാൻ കുറേയും കൂടെ ഫിലോസഫിക്കലാണ്. അപ്പോൾ ശരിക്കും നമ്മളുടെ ഈ നമ്മൾ ചെയ്യുന്ന റിച്വൽസ് അതിൻ്റെ മിസ്റ്റിക്കലായ ആത്മീയമായ ഒരു അതിൻ്റെ ആഴത്തിലുള്ള അറിവെന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഫിലോസഫി. അപ്പോൾ ഈ പുസ്തകത്തിൽ ഇങ്ങനെ നമ്മളുടെ വളരെ ഈഗോയിസ്റ്റിക് മോട്ടീഫിൽ ചെയ്യുന്ന പല കാര്യങ്ങളെയും നമ്മൾ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളെ പോലും സാധാരണ അല്ലാമ തബാതബി ഇപ്പോൾ ഹെൻറി കോർബിൻ്റെയൊക്കെ ഒരു ഉസ്താദ് എന്നുള്ള നിലക്ക് വളരെ ഗഹനമായ മീസാൻ എന്ന് പറയുന്ന തഫ്സീർ അദ്ദേഹത്തിൻ്റെയാണ്. വളരെ ഗഹനമായ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ഈ പുസ്തകത്തിൽ ഒരു ടീച്ചർ അല്ലാമ തബാതബിയെ നമുക്കൊരു ടീച്ചറെ പോലെ കാണാം. അപ്പോൾ അതിൽ ആ ഒരു പുസ്തകത്തിൽ അതിന് പേരിട്ടിരിക്കുന്നത് ലുബുൽ ലുബാബ് എന്നാണ്. ലുബുൽ ലുബാബ് അതായത് കേർണൽ ഓഫ് ദ കേർണൽ എന്ന് പറഞ്ഞിട്ട് അതിന് ഇംഗ്ലീഷിൽ ഒരു പരിഭാഷ വന്നിട്ടുണ്ട്. മലയാളത്തിൽ പരിഭാഷ അർഹിക്കുന്ന ഒരു പുസ്തകമാണത്. മലയാളത്തിലൊരു വിവർത്തനം ലുബുൽ ലുബാബിന് ഞാനിതുവരെ കണ്ടിട്ടില്ല, ഇനി ഉണ്ടോയെന്നറിയില്ല. ആ പുസ്തകം അങ്ങനെ ഒരു സാധ്യതയുണ്ട് ആ പുസ്തകത്തിന്. ഇംഗ്ലീഷിൽ തന്നെ അത് ഒരു റീപ്രിൻ്റ് എഡിഷൻ ഒക്കെ വരേണ്ടതുണ്ട്. അത് അധികം പോപ്പുലറല്ല, വളരെയധികം അണ്ടർ റേറ്റഡ് ആയൊരു പുസ്തകമാണ്. റൂമിയുടെ ഇതിൽ മസ്നവിയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നൊരു പദമാണ് ലുബ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജഗ്ഗിനെ കുറിച്ചിട്ട് ജഗ്ഗിനെയാണ് ലുബായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ റൂമി ചോദിക്കുന്നുണ്ട് എത്ര കാലം, മസ്നവിയിൽ വരുന്നത് ഒരു അതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം ഇതാണ്: ഹൗ ലോങ് വിൽ യു ലവ് ലുക്കിംഗ് അറ്റ് ദ ജഗ് ആൻഡ് സ്റ്റോപ്പ് സീക്കിംഗ് ദ വാട്ടർ ഇൻസൈഡ്. ഈ ജഗ് ഇങ്ങനെ കണ്ടുകൊണ്ട് എത്ര കാലം ഇരിക്കും? അപ്പോൾ അതിനകത്തുള്ള വെള്ളം അന്വേഷിച്ച് പോകണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ എല്ലാ ആരാധനകളും, എല്ലാ റിച്വൽസും, എല്ലാ ഹാബിറ്റുകളും, എല്ലാ കൾച്ചറൽ ട്രഡീഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രാക്ടീസുകളും അത് ശരിക്കും ഈ ഒരു ജഗ് പോലെയാണ്. നമ്മളതിൻ്റെ ഒരു ഔട്ടർ കവർ ഇങ്ങനെ ഭേദിച്ചാൽ മാത്രമാണ് നമുക്കതിൻ്റെ അകത്തേക്ക് പോകാൻ കഴിയുള്ളൂ. ഖുറാനിൽ ലുബ് എന്ന് പറയുന്നൊരു വേർഡ് ഉപയോഗിച്ചിട്ടില്ല. ഖുറാനിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഹബ്ബ് എന്നാണ്. ഹബ്ബ് ഗോതമ്പിൻ്റെയൊക്കെ അകത്തുള്ള ഈ നമ്മൾ ആ തൊലി കളഞ്ഞിട്ട് എടുക്കുന്ന ആ ഗോതമ്പിൻ്റെ അകത്തുള്ള സാധനത്തിനെയാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഖുറാനിൽ വരുന്നുണ്ട് ഇന്നല്ലാഹ ഫാലിക്കുൽ ഹബ്ബി വന്നവ. ഈ ഗോതമ്പിനെ കീറിയിട്ട് അതിൻ്റെ അകത്തുള്ള യഥാർത്ഥ എസൻസ് കൊണ്ടുവരുന്നത് പടച്ചവനാണ് എന്ന് പറയുന്നൊരു വേർഡ്. ഈ ഹബ്ബും ഹുബ്ബും ഒക്കെ ബന്ധമുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഫാസ്റ്റിങ്ങിൻ്റെ
ഈ ഔട്ടർ കവർ നമ്മൾ കളഞ്ഞിട്ട് അതിൽ നിന്ന് എന്താണ് സൂഫികൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ പലപ്പോഴും ലിംഗ്വിസ്റ്റിക്സിൽ ഇത് സൗമെന്നാണല്ലോ നോമ്പിന് പറയാം. ലിംഗ്വിസ്റ്റിക്സിൽ 2 തരത്തിലുള്ളൊരു ഇത് വരുന്നുണ്ട്. ഈ നമ്മൾ വാക്കുകൾ അനലൈസ് ചെയ്യുമ്പോൾ സിങ്ക്രോണിക് ആൻഡ് ഡയക്രോണിക് എന്ന് പറഞ്ഞിട്ട് 2 മെത്തഡോളജി ഉണ്ട്. സിങ്ക്രോണിക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമയത്ത് ഒരു പദം എന്താണ് അർത്ഥമാക്കുന്നത്. ഇപ്പം നമ്മൾക്ക് സൗമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പിക്ചേഴ്സ് അത് റൂഹ് അഫ്സ, കുറച്ച് സമൂസ, കട്ട് ഫ്രൂട്ട്സ്, പത്തിരി, ഇതാണ് അതിൻ്റെ ഒരു നോമ്പ് നമ്മളുടെ മനസ്സിൽ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിങ്ക്രോണിക്കായ ഒരു ഇമാജിനേഷൻ. അതേസമയം ഡയക്രോണിക് എന്ന് പറയുന്നത് ഈ നോമ്പ് ആദ്യകാലത്ത് നമ്മളുടെ ഒരു പ്രിമിറ്റീവ് പാസ്റ്റിൽ എങ്ങനെയാണ് തുടങ്ങിയത്, അതിൻ്റെ ഒരു പടച്ചവൻ ഇതൊരു മഹ്ലൂക്കിങ്ങൾക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ചു കൊടുത്ത ഒരു എന്താണ് പടച്ചവനിലേക്ക് തിരിച്ച് എത്തിച്ചേരാനുള്ള ഒരു മാർഗമായിട്ട് കൊടുത്ത ഒരു സംഭവം. ഇത് തമ്മിൽ വലിയ വ്യത്യാസം വരും. നമ്മൾ ഓരോ കാലത്ത് നോമ്പ് ഇങ്ങനെ എടുക്കുമ്പോഴും അതിൻ്റെ ആ ഒറിജിനൽ സോഴ്സിൽ നിന്ന് വേർപെട്ടിട്ടുള്ള പല അവസ്ഥാന്തരങ്ങൾ അതിന് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഇതും ഇപ്പം നിസ്കാരം, ഈ സ്വലാത്ത് എന്ന് പറയുന്നതിന് തന്നെ കാലങ്ങളായിട്ട് അതിൻ്റെ ഒരു എറ്റിമോളജി ഇങ്ങനെ വന്ന് നമ്മൾ ഇന്ന് ചെയ്യുന്നതിൽ നിന്നും അതിൻ്റെ ഒരു ഒറിജിനൽ ഫോമിൽ നിന്ന് ധാരാളം മാറ്റം വരാറുണ്ട്. അപ്പോൾ ഖുർആനിൽ സൗമിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു സന്ദർഭം സൂറത്ത് മറിയമിനെ കുറിച്ചിട്ടുള്ള ആ ചാപ്റ്ററിൽ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ സൂറത്തുൽ മറിയമിനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രഗ്നൻ്റായിട്ട് ഇരിക്കുന്ന സമയത്ത് വളരെ വിഷമമായി. കാരണം നാട്ടുകാർ ചോദിക്കും ആരാണ് ഫാദർ എന്ന് ചോദിക്കും. അപ്പോൾ എന്തു പറയും? ഈ ഒരു അവസ്ഥയിലിരിക്കുകയാണ്, ഒന്നും പറയാനില്ലല്ലോ. വളരെ വിഷമിച്ചപ്പോൾ പടച്ചവൻ മറിയമിനെ ആശ്വാസവചനങ്ങളായിട്ട് പറഞ്ഞു കൊടുത്തത് ഇതാണ്: ഫകുലി വഷ്റബി ഫക്കരി ഐനൻ ഫഇമ്മ തറയിന്ന മിനൽ ബഷരി അഹദൻ ഫക്കൂലി ഇന്നി നദർത്തുലിർ റഹ്മാനി സൗമൻ ഫലൻ ഉക്കല്ലിമുൽ യൗമ ഇൻസിയ എന്ന് പറയുന്ന ഒരു വേഴ്സാണ് ഇതിൽ വരുന്നത്. പടച്ചവൻ പറയുന്നത് ഇതാണ്: നീ ഇങ്ങനെ വിഷമിക്കണ്ട, ഫക്കുലി, നീ ഭക്ഷിച്ചോളൂ, വഷ്റബി, നന്നായി വെള്ളം കുടിക്കുക, ഭക്ഷിക്കുക, വെള്ളം കുടിക്കുക, ഫക്കരി ഐന, ഇങ്ങനെ. എന്നിട്ട് നിനക്ക് ഇനി വരാൻ പോകുന്ന ആ ഒരു ജീസസിൻ്റെ ആ ജനനത്തെക്കുറിച്ച് ഓർത്തിട്ട് നിൻ്റെ കണ്ണ് നനയട്ടെ, കണ്ണ് ആഹ്ലാദത്താൽ നനയട്ടെ. ഇനി ഫൈമ്മ തറയിന മിനൽ ബഷരി, ആളുകൾ വരും നിന്നോട് ചോദിക്കും എന്താണിത്, ആരാണിത്, കുട്ടിയുടെ ഫാദർ ആരാ, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ ചോദിക്കും. കാരണം അവർക്കത് ചോദിക്കാൻ അറിയുള്ളൂ. അപ്പോൾ അവരോട് ഒരു കാര്യം പറഞ്ഞേക്ക്: ഇന്നി നദർത്തുലിർ റഹ്മാനി സൗമ, ഞാൻ നോമ്പ് നോറ്റിരിക്കുകയാണ്, നേർച്ച നേർന്നിരിക്കുകയാണ്, പടച്ചവന് നോമ്പ് നേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഫലം ഉക്കല്ലിമുൽ യൗമ ഇൻസി, ഇന്നത്തെ ദിവസം ഞാൻ ആരോടും സംസാരിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ സൗമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷണം കഴിച്ചോളൂ, വെള്ളം കുടിച്ചോളൂ. ഭക്ഷണം കഴിച്ചും വെള്ളം കുടിച്ചും എടുക്കുന്ന ഒരു നോമ്പിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ആ നോമ്പ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ നമ്മളുടെ ബുക്ക് ടോക്കിൽ പ്രമേയമാണ് ഹൗ ടു അവോയ്ഡ് സ്പീക്കിംഗ്, എങ്ങനെ സംസാരിക്കാതിരിക്കുക. അപ്പോൾ ഞാൻ സംസാരിക്കില്ല. ഇതിൽ സംസാരിക്കണ്ട എന്ന് പറയുന്നിടത്താണ് ഇതിൽ വരുന്നത്. അതായത് വിത്ഡ്രോവൽ ഫ്രം സ്പീക്കിംഗ്, വിത്ഡ്രോവൽ ഫ്രം ടെൻഡൻസി ടു സ്പീക്ക്. നമുക്കിങ്ങനെ സംസാരിക്കാനുള്ളൊരു ടെൻഡൻസി വരും. സംസാരിക്കാനുള്ള ടെൻഡൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദുനിയാവിൻ്റെ ഡിസ്കോഴ്സിനൊരു മൊഡാലിറ്റി ഉണ്ട്. ആ മൊഡാലിറ്റിയിലേക്ക് നമ്മൾ പെട്ടെന്ന് സ്റ്റെപ്പ് ഇൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വിത്ഡ്രോ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ നിന്നുള്ള
ആശ്വാസം കിട്ടും. അപ്പോൾ റസൂലിൻ്റെ ഒരു ഇത് ഒരു വളരെ നമുക്ക് ഒരു ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവാത്തൊരു ഉപദേശമുണ്ട്. ആ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവാത്ത ഉപദേശം ഇതാണ്: നിങ്ങൾ യുവാക്കളെ, നിങ്ങൾ വിവാഹം കഴിക്കൂ. നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നോമ്പ് പിടിക്കൂ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പ്രത്യേകിച്ച് അഡോളസൻസിൽ ഇതുമായിട്ട് എങ്ങനെയാണ് നോമ്പ് പിടിച്ചിട്ട് നമ്മൾ ഈ വിവാഹം കഴിക്കാതിരിക്കുക എന്ന് ആലോചിച്ചിട്ടുണ്ട്. ഒന്നാമത് ഡിപ്രഷനാണ്, പിന്നെ അതിൻ്റെ പുറകെ നോമ്പും കൂടെ എടുക്കുകയാണ്. എന്ന് മാത്രമല്ല, വേറൊരിത് ഈ നോമ്പിനെ കുറിച്ചിട്ട് ഖുറാനിൽ വരുന്ന വേറൊരു സംഭവം, ഉഹില്ലലക്കും ലൈലത്തെ സിയാമിർ റഫസു ഇലാ നിസായിക്കും. ഇതിനൊക്കെ വളരെ ഡീപ്ലി മിസ്റ്റിക്കലായ അർത്ഥങ്ങളുണ്ട്. അതായത് അതിനെ പറയുന്നത്, ഈ സൗമിൻ്റെ രാത്രി നിങ്ങൾ നിങ്ങളുടെ നിസായിലേക്ക് നിങ്ങൾ മടങ്ങിക്കൊള്ളൂ. നിസാ എന്ന് പറയുന്നത് നിങ്ങളുടെ നിസാണ്. അത് മീൻസ് നിങ്ങളുടെ കുറേയും കൂടി എന്താ പറയുക, ഒരു റിജാലി നിസാ, ഇതിനൊക്കെ വേറെ ഒരു മിസ്റ്റിക്കലി ഡീപ്പർ സിഗ്നിഫിക്കൻസിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാനതിൻ്റെ വളരെ പദാർത്ഥത്തിലേക്കാണ് എടുക്കുന്നത്. അതായത് അതിനെ ഈ വചനത്തിന് പരമ്പരാഗതമായി കൊടുത്തിരിക്കുന്നൊരു വ്യാഖ്യാനം, രാത്രികാലങ്ങളിൽ പണ്ട് അറബികൾക്ക് നോമ്പെടുക്കുമ്പോൾ അവർക്ക് ഈ എന്താണ് സ്ത്രീകളുമായിട്ട് രാത്രി ഭാര്യമാരുടെ അടുത്തേക്ക് പോകാവോ, അവരുമായിട്ട് ഉറങ്ങാവോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീർത്തു കൊടുത്തതാണ്, അത് കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷെ ഇത് മറ്റേ നോമ്പുകാരനും ബാധകമാണല്ലോ. കല്യാണം കഴിക്കാതെ നോമ്പെടുക്കുന്ന ആൾക്കും ബാധകമല്ലേ. അപ്പോൾ എന്തായിരിക്കും റസൂൽ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ള സൗമ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. അത് ആ അർത്ഥത്തിലൊരു പദാർത്ഥപരമായിട്ടുള്ള അർത്ഥത്തിൽ നമ്മളെടുക്കുന്നൊരു നോമ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കുറേയും കൂടി ഈ ബുദ്ധിസ്റ്റ് ട്രഡീഷനിലും ഒക്കെ കാണുന്ന പോലുള്ള ബ്രഹ്മചര്യം, ബ്രഹ്മാവിനെ മാത്രം ചരിക്കുക, അതിനെക്കുറിച്ചിട്ട് മാത്രം ചിന്തിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് കല്യാണം കഴിക്കുക, ഇനി അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റാത്തവർ എപ്പോഴും പ്രണയിക്കാൻ കഴിയുന്ന ബ്രഹ്മാവിനെ അല്ലെങ്കിൽ ജഗദീശ്വരനെ, പടച്ചവനെ പ്രണയിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉള്ള അർത്ഥം. നിങ്ങളുടെ ജീവിതം എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ വരുന്ന ബിലവഡായ ആ ദൈവസങ്കല്പത്തെക്കുറിച്ച് അറിയാനും അതിനെ മനസ്സിലാക്കാനും നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുക. ഇതാണ് റസൂൽ അതിൽ നിന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ അർത്ഥം. ആ അർത്ഥത്തിൽ ഈ നോമ്പ് എന്ന് നമ്മൾ പൊതുവെ പറയുന്നുണ്ടെങ്കിലും ഖുറാനിൽ തന്നെ പല അർത്ഥത്തിൽ, ഹദീസുകളിൽ തന്നെ അതിന് പലതരത്തിലുള്ള മീനിങ്ങുകൾ ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാം. കേവലം ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഉള്ള ഒരു ഡീപ്പർ സിഗ്നിഫിക്കൻസ് അതിനകത്തുണ്ട്. ഇമാം ഗസാലിയുടെ ഒരു ഇഹ്യ ഉലൂമുദ്ദീനിൽ ഈ നോമ്പിനെ 3ആയിട്ട് ഇങ്ങനെ തിരിക്കുന്നുണ്ട്. അതിൽ ഒന്ന് സാധാരണ മനുഷ്യന്മാരുടെ നോമ്പ്, 2 ഈ കുറേയും കൂടി ഒരു മിഡിൽ ഗ്രൗണ്ടുള്ള ആളുകളുടെ നോമ്പ്, 3ാമത് ഗോഡിൻ്റെ എലീറ്റ് ചോസൺ പീപ്പിളിൻ്റെ നോമ്പ്. അതിൽ സാധാരണക്കാരുടെ നോമ്പിൽ 3 കാര്യങ്ങളാണ് അവർ ഒഴിവാക്കുക. ഒന്ന് ഫുഡ്, വാട്ടർ, പിന്നെ ലെസ്റ്റ് ഒഴിവാക്കും. പിന്നെ അവർ ഒഴിവാക്കുന്നത് ടോക്ക്, അൺനെസസറി ടോക്ക്. ഇത് 3മാണ് സാധാരണ. ഇതല്ലാതെ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കി മാത്രമുള്ളൊരു നോമ്പിനെ അദ്ദേഹം പരിഗണിക്കുന്ന പോലുമില്ല. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി ഇതാണ്. സാധാരണക്കാരായ ആളാണെങ്കിൽ നിങ്ങൾ ഭക്ഷണവും വെള്ളവും ലെസ്റ്റ്ഫുൾ തോട്ട് ഒഴിവാക്കുക, ഒപ്പം അൺനെസസറി ടോക്ക് ഒഴിവാക്കുക. 2ാമത്തെ സ്റ്റേജിൽ അദ്ദേഹം പറയുന്നത് ഈ മിഡിൽ ഗ്രൗണ്ടുള്ള ആളുകളുടെ നോമ്പിൽ ഭക്ഷണം, വെള്ളം, ലെസ്റ്റ്ഫുൾ ആയിട്ടുള്ള തോട്ട്, പിന്നെ അൺനെസസറി ടോക്ക്,
ദുന്യാവ്. ദുന്യാവ് എന്ന് പറയുന്ന ഒരു ചിന്ത മനസ്സിന് കളയാം. അപ്പോൾ ഉഹ്രവിയായ കാര്യങ്ങളുണ്ടാവും. നമ്മൾ ദുന്യാവ് എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് നമ്മളുടെ ആക്ഷൻസിനൊക്കെ ഒരു ലോവർ സിഗ്നിഫിക്കൻസ് കാണുന്നതിനാണ്, പെട്ടെന്ന് ഇമ്മീഡിയറ്റ് റിസൾട്ട് കാണുന്നതിനെയാണ് നമ്മൾ ദുന്യാവ് എന്ന് പറയുന്നത്. പരീക്ഷ എഴുതിയാൽ പെട്ടെന്ന് പാസ്സാവുക, പെട്ടെന്ന് വർക്ക് ചെയ്താൽ അപ്പം തന്നെ പൈസ കിട്ടുക, ഇങ്ങനെ ഒരു ഇമ്മീഡിയസിയുടെ ഒരു റെലമാണ് ദുന്യാവ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടോക്ക് എന്ന് പറയുന്നത് വളരെ അങ്ങനെയുള്ള തോട്ട് എന്ന് പറയുന്നത് വളരെ ഫ്ലിംസിയായ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ കിട്ടുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ആഖിറം എന്ന് പറയുന്നത് ടെലിയോളജിക്കലാണ്, ഫ്യൂച്ചറിസ്റ്റിക്കാണ്. എന്നാണ് അത് എല്ലാം പടച്ചവനിൽ ഏൽപ്പിക്കുകയും ആ പടച്ചവനിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ പ്രസൻറ്റിൽ കഴിയുകയും ചെയ്യുന്നതിനെയാണ് ഉഹ്റവി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അതാണ് മിഡിൽ ഗ്രൗണ്ട്. വളരെ എലീറ്റ് ചോസൻ പീപ്പിളിൻ്റെ ടോക്കിൽ ഭക്ഷണം, വെള്ളം, അൺനെസസറി ടോക്ക്, ലെസ്റ്റ്ഫുൾ തോട്ട്, ദുന്യാവ്, ഇതെല്ലാം ഒഴിവാക്കും. അവരുടെ മനസ്സിൽ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് മാസിവല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ അവർ ഒഴിവാക്കും. അപ്പോൾ അവരുടെ മനസ്സിൽ അള്ളാഹ് എന്നുള്ളത് മാത്രമേ ആ സമയത്ത് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇതിനൊരു സാമൂഹിക തലത്തിൽ, സാമൂഹികവും രാഷ്ട്രീയവുമായ തലത്തിൽ ഇതിന് കുറേ മീനിങ്ങുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ക്രിസ്ത്യാനിറ്റിയിൽ 7 സിന്ന് പറയുന്നുണ്ട്. ആ 7 സിന്ന് ഒന്ന് അഹങ്കാരം, ആർത്തി, കാമം, അസൂയ, ആക്രാന്ത, ഗ്ലട്ടണി, നമ്മൾ ഈ ഭക്ഷണത്തോടുള്ള ഭയങ്കര ആഗ്രഹം, പിന്നെ ഭയങ്കര കോപം, മടി, ഈ 7 കാര്യങ്ങളാണ് 7 സിന്നായിട്ട് ക്രിസ്ത്യാനിറ്റി കാണുന്നത്. നമ്മുടെ ഒരു 7 എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് ഹോളിവുഡിൽ, ഈ മറ്റേ ബ്രാഡ് പിറ്റൊക്കെ അഭിനയിക്കുന്നത്. അതൊരു ബ്രാഡ് പിറ്റ്, കെവിൻ സ്പീസി, മോർഗൻ ഫ്രീമാൻ, 7 പേരെ കൊല്ലുന്നതാണ്. 7 പേരെ കൊല്ലുന്ന ഈ 7 കാരണങ്ങളുള്ള, ഈ 7 സയൻസുള്ള ആളുകളെ കൊല്ലുന്നതാണ്. പക്ഷേ ഈ ഇസ്ലാമിൽ സബഉൽ മൂബിഖാത്ത് എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുള്ളതുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ഈ നമ്മുടെ ഒരു മനസ്സിൻ്റെ ടെൻഡൻസികളല്ല. അതിൽ പറയുന്നത് ഒന്നാമത്തത് ഷിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് എന്നുള്ളതിനൊപ്പം വേറെ എന്തെല്ലാം നമ്മൾ വെക്കുന്നുണ്ടോ അതെല്ലാം ഒരു പാപമാണ്. രണ്ടാമത്തേത് നമ്മൾ സിഹർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് നന്മ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ എന്തൊക്കെ വിചാരങ്ങൾ നടത്തുന്നുണ്ടോ അതെല്ലാം സിഹറിൽപ്പെടും. നമ്മൾ ഇത് ചെയ്യണമെന്നൊന്നുമില്ല. ഒരാളുടെ നന്മ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ സിഹറിൽപ്പെടും. മൂന്നാമത്തത് കൊല്ലുക. 4 പലിശ തിന്നുക. അതായത് നേരായ രീതിയിലൂടെ അല്ലാതെ ഭക്ഷിക്കുക. പിന്നെ ഓർഫൻസിൻ്റെ ഫുഡ് ഭക്ഷിക്കുക. ഓർഫൻസിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ആളുകൾ, പൈസയോട് താല്പര്യമില്ലാത്ത ആളുകൾ, അതുപോലെ പൈസ മറ്റൊരാൾ കൊടുത്തിട്ട് ജീവിക്കേണ്ടി വരുന്ന ആളുകൾ, പരാശ്രിതരായ ആളുകൾ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോയിറ്റേഷൻ, വേറൊരർത്ഥത്തിൽ പറഞ്ഞ എക്സ്പ്ലോയിറ്റേഷൻ. പിന്നെ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെടുക്കുക. ഈ 6 കൂടാതെ ഒരെണ്ണം ഉള്ളത് പതിവ്രതകളായ സ്ത്രീകളെ കുറിച്ചിട്ട് അപവാദം പ്രചരിപ്പിക്കുക. ഈ 7 കാര്യങ്ങളാണ് സബൂൽ മൂബിക്കാത്തായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ രണ്ടിലും വരുന്ന വ്യത്യാസങ്ങളുണ്ടല്ലോ. ഒന്ന് ക്രിസ്ത്യാനിറ്റി ശരിക്കും നമ്മളുടെ ഈ പറയുന്ന ആക്ഷൻസിനെ അല്ല, ആറ്റിറ്റ്യൂഡ്സിനെയാണ് സിന്നായിട്ട് കണ്ടിട്ടുള്ളത്. മറിച്ച് ഇസ്ലാമിൽ വരുമ്പോൾ അത് കുറേയും കൂടി ആക്ഷൻ ഓറിയൻറ്റഡാണ്. ഇതെല്ലാം ആക്ഷൻ ഓറിയൻറ്റഡാണ്. പ്രത്യക്ഷത്തിൽ അതിനൊരു ആക്ഷൻ ഉണ്ട്. മറ്റേത് ഉള്ളിൽ വെച്ചിരുന്നാൽ മതി. പക്ഷേ ഇത് വളരെ ഡീപ്ലി കണക്റ്റഡാണ്.
ഉദാഹരണം പറഞ്ഞാൽ മടി എന്ന് പറയുന്നത്, അലസത എന്ന് പറയുന്നതും യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോവുക. യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ വളരെ കമ്മിറ്റഡായിട്ട് ചെയ്യുന്ന ഒരു സർവീസ് ഓറിയൻറ്റഡായ എന്ത് കാര്യവും യുദ്ധമാണ്. ഒരു സമൂഹം മൊത്തം ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മളതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക, അത് അലസതയെന്ന് വരുന്നതാണ്. ഇനിയൊരു സ്ലാൻഡർ, ഒരു വളരെ പതിവ്രതയായ ഒരു സ്ത്രീനെ കുറിച്ചിട്ട് നമ്മൾ സ്ലാൻഡർ പറയുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ വരും. അതിലൊന്ന് വരുന്നത് ലെസ്റ്റാണ് വരുന്നത്. നമുക്ക് ലെസ്റ്റ് ഉള്ളതുകൊണ്ടാണ് സ്ലാൻഡർ വരുന്നത്. രണ്ട്, അതിൽ വന്നിട്ടുള്ളതും എൻവി വരുന്നുണ്ട്. ഇതിൽ നോമ്പ് വളരെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിലും അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യം, ഒന്ന് ഗ്രീഡും അതുപോലെ തന്നെ മറ്റുള്ള ആർത്തിയും ഭക്ഷണത്തോടുള്ള ആർത്തിയും പണത്തോടുള്ള ആർത്തിയും. ഇത് ഇസ്ലാം അതിൻ്റെ ഔട്ട്കമായിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്ന് റിബ തിന്നാനുള്ള നമ്മളുടെ റിബ മീൻസ് നമ്മളുടെ വിയർപ്പ് പൊടിയാത്ത തരത്തിൽ നമുക്ക് കിട്ടുന്ന പണമാണ് റിബ എന്ന് പറയുന്നത്. നമ്മളുടെ ഡിസർവ് ചെയ്യാതെ നമ്മുടെ കയ്യിൽ വരുന്ന പണമാണ്. അങ്ങനെയുള്ള പണം തിന്നാനുള്ള നമ്മളുടെ വളരെയധികമുള്ള ഒരു ടെൻഡൻസി, ആഗ്രഹം. രണ്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ളൊരാഗ്രഹം. നമ്മൾ ഇന്നത്തെ മോഡേൺ ക്യാപിറ്റലിസ്റ്റ് ഒരു സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക ക്രമത്തിൽ വരുന്ന ഒരു മൊഡാലിറ്റിയാണിത്. വിയർപ്പ് പൊടിയാതെ തിന്നുക എന്നുള്ളതും അർഹിക്കാത്ത പണം തിന്നുക എന്നുള്ളതും എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതും. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു സാമൂഹിക രാഷ്ട്രീയപരമായ കാര്യങ്ങൾ കൊണ്ട് അഡ്രസ്സ് ചെയ്യാൻ കഴിയും, അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ അതിൽ നിന്ന് മനസ്സിനെ ഒരു അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനുള്ളൊരു മനസ്സിനെ എങ്ങനെ പാകപ്പെടുത്തുക എന്നുള്ളതും കൂടിയാണ് ഈ നോമ്പിൻ്റെ ഒരു സാമൂഹിക രാഷ്ട്രീയ ഒരു ഇമ്പാക്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത്. ഒപ്പം ഈ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 3 കഥകളും കൂടെ ഉണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു സെൻട്രൽ ഇന്നത്തെ ഫാസ്റ്റിംഗ് ആസ് എ മിറർ എന്ന് പറയുന്ന ആ ടൈറ്റിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതിലൊന്നാമത്തെ കഥ മുല്ല നസറുദ്ദീൻ്റെ കഥയാണ്. മുല്ല നസറുദ്ദീൻ ഒരു പള്ളിയിൽ നോമ്പ് തുറക്കാൻ പോയി. അപ്പോൾ അദ്ദേഹമുണ്ട്, ഇത് ഇദ്രീഷയുടെ ഒരു പുസ്തകത്തിൽ വരുന്നത്. അപ്പോൾ മുല്ല നസറുദ്ദീൻ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടെ നോമ്പ് തുറക്കുന്നവരുണ്ട്. പെട്ടെന്ന് തന്നെ മുല്ല നസറുദ്ദീൻ ബാങ്ക് കൊടുത്തു. അപ്പോൾ അദ്ദേഹം ഭക്ഷിച്ചിട്ട് അവരോട് പറഞ്ഞു, പിന്നെ ഇന്ന് ഞാനെടുത്തത് നല്ല പെർഫെക്റ്റ് നോമ്പാണ്. ഇത്രയും നല്ലൊരു നോമ്പ് ഞാൻ ജീവിതത്തിൽ ഇതുവരെ എടുത്തിട്ടില്ല, ഒരു തുള്ളി തുപ്പൽ പോലും എൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ടില്ല എന്ന്. എനിക്ക് അതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഈ നോമ്പ് ഇന്ന് പിടിക്കാനായല്ലോ എന്നുള്ളതിൽ. നമ്മുടെ പള്ളിയിൽ ഇമാമ് പോലും ഇങ്ങനെ നോമ്പ് പിടിക്കില്ല. പള്ളിയിലെ ഇമാമിൻ്റെ നോമ്പും എൻ്റെ വീട്ടിലെ കാർപ്പൻ്ററിൻ്റെ നോമ്പും ഒക്കെ ഒരുപോലെയാണ്. അയാൾ നോമ്പ് എടുക്കും, പിന്നെ പോയി വെള്ളം കുടിക്കും, പിന്നെ വന്ന് വെള്ളം കുടിക്കും. പിന്നെ എൻ്റെ നെയ്ബറാണെങ്കിൽ നോമ്പ് എടുക്കാറേയില്ല. ഇവർ 3ഉം ഒരേപോലെയാണ്. അവരെ അപേക്ഷിച്ചിട്ട് ഞാൻ ഇന്നത്തെ നോമ്പ് പെർഫെക്റ്റായിരുന്നു എന്ന് പറയും. ഇത് അപ്പോൾ മറ്റൊരാൾ ചോദിച്ചു, അല്ല നിങ്ങൾ ഇത്ര ആൾക്കാരെ കുറ്റം പറഞ്ഞില്ലേ ഇതിൻ്റെ ഇടയിൽ, പിന്നെ അതെങ്ങനെ പെർഫെക്റ്റ് നോമ്പാണെന്ന് പറയാം? അപ്പോൾ പറഞ്ഞു, അല്ല ഞാൻ വെള്ളവും തുപ്പൽ പോലും ഇറക്കിയിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പരിഹാസത്തിലൂടെ നമ്മളുടെ ഈ ഒരു കേവലം ഭക്ഷണം വെള്ളം ഇതിനോ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നോമ്പെടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പരിഹാസമായിട്ടാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ വയറിനുള്ള നോമ്പുണ്ട്, അതുപോലെ നാക്കിനുള്ള നോമ്പുണ്ട് എന്നുള്ളതാണ്. ഇത് ഇമാം ഗസാലിയുടെ ആ 3 ക്ലാസിഫിക്കേഷൻ്റെ ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് ഇത് പറയുന്നത്. നമ്മൾ ഇങ്ങനെ കുറേ സംസാരിച്ച് കുറേ ആളുകൾക്കെതിരെ അപവാദം പറഞ്ഞിട്ട് നോമ്പ് പിടിച്ചതുകൊണ്ട് എന്താണ് ഫലം?
എന്നിട്ട് നമ്മൾ പെർഫെക്റ്റ് നോമ്പെടുത്തു എന്ന് നമ്മൾ വിചാരിക്കുന്നത് കൊണ്ട് എന്താണ് കാര്യം? ഇതാണ് ആ കഥയുടെ സാരം. രണ്ടാമത്തെ കഥ മസ്നവിയിലുള്ള കഥയാണ്. മസ്നവിയിലുള്ള കഥയിൽ ഒരു ദർവിഷ് വളരെ ധനികനായ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ നോമ്പെടുക്കാൻ പോയി. അപ്പോൾ അവിടെ പലതരത്തിലുള്ള വിഭവങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആടിനെ കറുത്ത് വെച്ചിട്ടുണ്ട്, സർബത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല വിഭവസമൃദ്ധമായ നോമ്പാണ്, നോമ്പ് തുറയാണ്. പിന്നെ ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്തപ്പോൾ ആതിഥേയൻ കഴിച്ചു. പക്ഷെ അതിഥി കഴിക്കുന്നില്ല, ദർവിഷ് കഴിക്കുന്നില്ല. അപ്പോൾ വിചാരിച്ചു അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രാർത്ഥനയിലായിരിക്കും കഴിച്ചോളൂ എന്ന് വിചാരിച്ചു. അദ്ദേഹം കുറേ കഴിച്ച് എന്നിട്ടും ദർവിഷ് തൊടുന്നില്ല, ഫുഡ് തൊടുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് വിഷമമായി. ഇനി ഭക്ഷണം നന്നാവാനിട്ടാണോ, ഇദ്ദേഹം ഇതൊന്നും കഴിക്കാത്ത ആളാണോ എന്നുള്ളത് വെച്ചപ്പോൾ ചോദിച്ചു, ഭക്ഷണം മോശമായതുകൊണ്ടാണോ എന്ന് ചോദിച്ചു നിങ്ങൾ കഴിക്കാത്തത്. ഇല്ല, ഭക്ഷണം കുഴപ്പമില്ല, എൻ്റെ നോമ്പ് തീരുന്നത് എൻ്റെ ഈഗോ ഇപ്പം എന്നെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈഗോ തിന്നുന്നത് നിർത്തിയിട്ട് ഞാൻ എൻ്റെ നോമ്പ് കഴിച്ചോളാം. അപ്പോൾ ചോദിച്ചു, എന്താണ് ഈഗോ തിന്നുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈഗോ എന്നോട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാനിവിടെ വന്നപ്പോൾ നിങ്ങളെക്കുറിച്ചിട്ട്, നിങ്ങളെങ്ങനെയാണ് ഇത്രയും പൈസക്കാരനായത്, നിങ്ങൾ ഇത്രയും ശേഷിയുണ്ടല്ലോ നിങ്ങൾക്ക്, ഇത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതെനിക്ക് ദുനിയാവ് എന്ന് പറയുന്ന ഒരു ഇമേജ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒന്ന് നിർത്തിയിട്ട്, ആ മനസ്സിൻ്റെ പിറുപിറുക്കൽ നിർത്തിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാം എന്ന് വെച്ചിട്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് സെക്കൻഡ് സ്റ്റേജാണ്. തദ്കിറത്തുൽ ഔലിയയിൽ റാബിയത്തുൽ അദവിയയുടെ ഒരു കഥ പറയുന്നുണ്ട്. റാബിയത്തുൽ അദവിയയുടെ അടുത്ത് ഹസൻ ബസ്രിയും ആളുകളും ഇടയ്ക്ക് വിസിറ്റ് ചെയ്തിട്ട് പല കാര്യങ്ങൾ ചോദിക്കും, പഠിക്കാനാണ് ചോദിക്കുന്നത്. ബസറയിലുള്ള ഒരു സൂഫി, ഇവരെല്ലാം ഒരു ഗുരുവിനെ പോലെ കാണുന്ന ആളാണ് റാബിയത്തുൽ അദവിയ. റാബിയത്തുൽ അദവിയയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ നോമ്പ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ റാബിയ പറഞ്ഞു, എൻ്റെ നോമ്പ് എന്ന് പറയുന്നത് അന്നത്തെ ദിവസം പടച്ചവൻ മാത്രമായിരിക്കും എൻ്റെ നാവിലും മനസ്സിലും ഉണ്ടാകാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുന്നതിനെയാണ് ഞാൻ നോമ്പായിട്ട് കാണുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഗോഡുമായിട്ടൊന്ന് ഇൻഫാച്യുവേഷനിലെത്താനുള്ള ആ ഒരു പ്രണയത്തിൽ നിറയാനുള്ള ഒരു സമയമായിട്ടാണ്, അവസരമായിട്ടാണ് റാബിയത്തുൽ അദവിയ നോമ്പിനെ കാണുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു 3 കഥകൾ. മിറർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആ മിറർ ഇപ്പോൾ സൂഫികളുടെ ഇടയിലും അതുപോലെ തന്നെ ഇപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസ്, ഹൃദയത്തിനെ എപ്പോഴും ഖുർആൻ പാരായണത്തിലൂടെയും ദിക്റിലൂടെയും എപ്പോഴും ഇങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ ഹൃദയം എന്ത് ചെയ്യും, അതിൽ കറ പിടിക്കും എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. ഇത് സൂഫികളുടെ ഇടയിൽ വളരെ ഇഷ്ടമുള്ള ഹദീസാണ്. അതിൽ നിന്നാണ് ഇബ്നു അറബി ഈ കണ്ണാടി എന്ന് പറയുന്ന, ഇബ്നു അറബി മാത്രമല്ല, നമ്മുടെ ഈ ലക്കാൻ്റെ ഫിലോസഫിയിലും മിറർ വരുന്നുണ്ട്. അതായത് നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ടാണ് നമ്മുടെ സെൽഫിനെ കാണുന്നത്. എത്രയൊക്കെ നമ്മൾ കണ്ണാടിയിൽ നോക്കിയാലും നമ്മളെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നാർസിസിസമാണ്. ഈ നാർസിസിസ്റ്റ് എപ്പോഴും പ്രതിബിംബമായിട്ട് നമ്മളെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാഴ്ച മാറി മാറി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരെ കാണുമ്പോഴാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ അതിൽ കാണുമ്പോഴാണ് നമ്മുടെ ഈ ക്ലാരിറ്റി. അങ്ങനെ കാണുന്നില്ലെങ്കിൽ അതിലെല്ലാം റിച്വൽ വന്ന് പൊടി പിടിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് ആ കറ പിടിച്ചിട്ടുണ്ട്. ആ കറയിൽ നോക്കിയാൽ നമ്മളെ തന്നെ ശരിയായിട്ട് കാണില്ല. കണ്ണാടിയിൽ പല രീതിയിൽ കാണാമെന്നാണ് പറയുന്നത്. ഒന്ന്, കറയോടുകൂടി നമ്മളെ തന്നെ മര്യാദക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുക. പിന്നെ ഒന്ന് ക്ലീൻ ചെയ്താൽ,
ഒന്ന് ഫിസിക്കൽ ഡയമെൻഷനിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ തന്നെ കുറച്ച് ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒരു ഇന്നർ ഡയമെൻഷനിൽ ക്ലീൻ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മളെ ആയിരിക്കില്ല, നമ്മൾ കാണുന്നത് നമ്മളുടെ ഉലൂഹിയത്തിൻ്റെ സോഴ്സിനെയാണ് അതിൽ കാണുന്നത്. ആ അർത്ഥത്തിലാണ് ഇബ്നു അറബിയൊക്കെ ഈ കണ്ണാടി എന്ന് പറയുന്നൊരു സംഭവത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നോമ്പ് ഒരു കണ്ണാടിയാണ് എന്ന് പറയുന്ന ഒരു ഐഡിയ, ഒരു ആശയം മസ്നവിയിൽ വരുന്നുണ്ട്. മസ്നവിയിൽ ആ വേഴ്സുകൾ ഇങ്ങനെയാണ് വരുന്നത്: പോളിഷ് ദ മിറർ ഓഫ് ഹാർട്ട് ത്രൂ ഫാസ്റ്റിംഗ് സോ ദാറ്റ് ഇൻ ഇറ്റ് യു മേ ബിഹോൾഡ് ദ ബ്യൂട്ടി ഓഫ് ദ ബിലവഡ്. നോമ്പെടുത്ത് മിനുക്കൂ കണ്ണാടി എന്നിട്ട് നോക്കിക്കാണൂ നിൻ്റെ പ്രണയമായ റബ്ബിനെ കണ്ണിറയെ. അപ്പോൾ നോമ്പെടുത്ത് മിനുക്കേണ്ട ഒരു കണ്ണാടിയാണ് നമ്മളുടെ ഹൃദയം. പക്ഷെ അതിന് നമ്മളിങ്ങനെ ഒരു, ഞാനിപ്പോഴുള്ള റിച്വൽസിനെ ഒന്നും അതുപോലെ കൾച്ചറിനെ ഒന്നും മോശമാക്കി പറയണമല്ല, പക്ഷേ ഇതെല്ലാം ഒരു ട്രാൻസിഷനാണെന്ന് മനസ്സിലാക്കുകയും അത് കണ്ണാടിയുടെ ഏത് സ്റ്റേജാണെന്ന് ഇടയ്ക്കൊന്ന് നോക്കി കാണുന്നത് നല്ലതാണ്. അതിൽ കറ പുരണ്ടിട്ടുണ്ടോ, നമ്മളെ തന്നെ നന്നായി പെർസീവ് ചെയ്യാനുള്ള ഒരു കുറച്ചും കൂടെ ഒരു തെളിമ കണ്ണാടിയിൽ വന്നിട്ടുണ്ടോ. ഇനി ആ കണ്ണാടിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ അല്ലാതെ ഉലൂഹിയത്തിൻ്റെ സോഴ്സിനെ, ആ ലവിനെ, ഹുബിനെ, ആ എന്താണ് ലുബിനെ യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നോമ്പ് നമുക്ക് തരുന്ന മെസ്സേജ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാഹു നമുക്ക് നമ്മുടെ നോമ്പ് കുറേയും കൂടി നമ്മളെ ശുദ്ധീകരിക്കുകയും ഒരു നല്ല കണ്ണാടി ഉണ്ടാക്കി തരികയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.